ഇവിടെ ഡ്രിപ്പ് പൈപ്പാണ് ഈ റോസയുടെ ചുവട്ടിൽ എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മോനെയും കൊണ്ട് അബാക്കസ് നാഷണൽ ലെവൽ എക്സാം എഴുതുവാൻ കോയമ്പത്തൂരിൽ പോയതായിരുന്നു. അവിടെ പോയതിനടുത്തുള്ള ഒരു പാർക്കിലാണ് നമ്മൾ പോയത്. ഗാന്ധി പാർക്ക് എന്നാണ് അവിടെ പറയുന്നത്. സെൻമൊഴി പൂങ്ക എന്നാണ് അവിടെ ഇതിന് അറിയപ്പെടുന്നത്. ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇവിടെ എല്ലാത്തിൻ്റെ ചുവട്ടിലും അവർ ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസയുടെ ചുവട്ടിലൊക്കെ ആണെങ്കിൽ തോനെ റോസ് നട്ടിട്ട് അതിന് ചുറ്റും ഈ ഡ്രിപ്പ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ലാഭിക്കുകയും ചെയ്യും. ചെടിക്ക് എപ്പോഴും നനവും നിൽക്കും. അതിൽ നിന്ന് തുള്ളി തുള്ളിയായി മാത്രമേ കിട്ടത്തുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്ക് VR കണ്ടു. അപ്പോൾ മോന് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി അതിൽ കയറി. VR കുട്ടികളെ കയറ്റി ഇതിലൊന്നും കയറ്റാൻ നിന്നില്ല. കാരണം സമയം താമസിച്ചിരുന്നു. നമ്മൾ പോകുന്നതിനുള്ള തിരക്കിലാണ്. അതിനിടയ്ക്ക് കാറ്റക്സൊക്കെ നല്ല ഭംഗിയിലായിരുന്നു ഇവിടെ നട്ടിരിക്കുന്നത്. കൂട്ടത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കാറ്റക്സിൻ്റെ വിവിധ തരത്തിലുള്ള ചെടികളെ ഇവിടെ കാണാം. എല്ലാം ഒരു കൂട്ടത്തോടെയാണ് നിർത്തിയിരിക്കുന്നത്. വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ സെൻമൊഴി പൂങ്കായിൽ കയറിയിരുന്നില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിന്. അത്രത്തോളം കാണാൻ ഇവിടെയുണ്ട്. പൂക്കളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം കൊണ്ട് വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് ഇവിടെ വന്ന് വൈകുന്നേരം ആസ്വദിച്ച് പോവാൻ കഴിയും. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എങ്കിലും അവിടെ ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും തന്നെ ഇല്ല. ഇവിടെ കൊണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ തെച്ചിയൊക്കെ ധാരാളം കളറിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വാഹന സൗകര്യവുമുണ്ട്. വാഹനത്തിൽ വന്ന് നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങി അവർ കൊണ്ടുപോകും. ചെമ്പരത്തിയായാലും വ്യത്യസ്ത നിറത്തിൽ ഉള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. റോസയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ് തോന്നുന്നത്. ഇവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. നമുക്ക് ഇപ്പോൾ മീനുകളെ കാണാൻ കഴിയും. കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്കി കൂട്ടത്തോടെ മീനുകൾ വരുന്നു. എന്ത് ഭംഗിയാണല്ലേ ഇത് കാണാൻ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോയമ്പത്തൂരിൽ വരികയാണെങ്കിൽ ഈ ഗാർഡൻ എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കണം. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. ഇവിടെ വന്ന് സെൽഫിയും വീഡിയോസും എടുക്കുന്നവരെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഇലച്ചെടികളാണെങ്കിലും വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പോയ വണ്ടി കണ്ടില്ലേ? അതിലാണ് ആളുകളെ ഈ ഗാർഡൻ ചുറ്റി കാണിക്കുന്നത്. ഇവിടെ ഇലച്ചെടികളെയും പൂക്കളുള്ള ചെടികളെയും ധാരാളം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല ഇൻഡോർ പ്ലാന്റായി വയ്ക്കുന്ന ചൈനീസ് ഡോളില്ലേ, അതും ഇവിടെ തറയിലാണ് നട്ടിരിക്കുന്നത്. പക്ഷേ അത് നല്ല ഭംഗിയിൽ നല്ല ഹൈറ്റിൽ നന്നായി ഇവിടെ നല്ല തഴച്ച് നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ ഇവിടെ ചെടികളെ സംരക്ഷിച്ചു പോകുന്നു. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വ്യത്യസ്ത ഡിസൈൻ നമുക്ക് ഇവിടെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നതായി, കല്ലിൽ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ വ്യത്യസ്തമായ ഓരോ കാഴ്ചകളാണ്. നോക്കിക്കേ, എന്ത് ഭംഗിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അതിന് തൊട്ടടുത്തായി പൂക്കളും നട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഫ്രണ്ട് വശം. ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. ഇതുപോലെയുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തുള്ള ചെടികളാണ്. ഇത് ഇൻഡോറായി നട്ടിരിക്കുന്നതാണ്.